സർക്കാരിനും കെ എം മാണിക്കുമെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം ഗുരുതര അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. പീപ്പിൾ ടിവി പുറത്തുവിട്ട പെട്രോൾ പമ്പ് കോഴ വി ശിവൻകുട്ടി രേഖാമൂലം ഉന്നയിച്ചു. മന്ത്രിമാരുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അഴിമതി ആരോപണങ്ങൾക്ക് മന്ത്രിമാർ വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചത്. ഉപധനാഭ്യർത്ഥന ചർച്ചകൾക്കിടെയായിരുന്നു പ്രതിപക്ഷ എംഎൽഎമാർ അഴിമതി ആരോപണം ഉന്നയിച്ചത്. പീപ്പിൾ ടിവി പുറത്തുകൊണ്ടുവന്ന പെട്രോൾ പമ്പ് അഴിമതി വി ശിവൻകുട്ടി എംഎൽഎ രേഖാമൂലം എഴുതി ഉന്നയിച്ചു. മാണി പമ്പുടമകളിൽ നിന്ന് 3 കോടി കൈക്കൂലി ആവശ്യപ്പെട്ടതായും 3 ലക്ഷം കൈപ്പറ്റിയതായും ശിവൻകുട്ടി ആരോപിച്ചു. ക്വാറി, ക്രഷർ ഉടമകൾ, ബേക്കറി ഉടമകൾ, മൈദ ലോബി തുടങ്ങിയവരിൽ നിന്നായി മാണി 27 കോടി 43 ലക്ഷം കൈക്കൂലി വാങ്ങി. ടി.ഒ. സൂരജിന്റെ അഴിമതി ധനമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും അറിഞ്ഞാണെന്ന് തോമസ് ഐസക് എംഎൽഎ ചൂണ്ടിക്കാട്ടി. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മാണി കൈക്കൂലി വാങ്ങിയെന്നായിരുന്നു സുനിൽകുമാറിന്റെ ആരോപണം. ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് കെ എം മാണിയും പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞും മറുപടി നൽകി. എന്റെ അളിയനെന്തോ ഒരു ഏജൻസി കിട്ടാൻ വേണ്ടി കൊടുത്തതാണ് എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. പ്രതിപക്ഷ പ്രതിഷേധം പുകമറ സൃഷ്ടിക്കലാണെന്നും സഭയ്ക്ക് ഇന്ന് കറുത്ത ദിനമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി വസ്തുതാപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം മുഴക്കിയതിനു ശേഷമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴക്കേസ് അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുമായി മന്ത്രി കെ എം മാണിയുടെ കൂടിക്കാഴ്ച അട്ടിമറിയുടെ ഭാഗമാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേസിൽ മന്ത്രി കെ എം മാണിയുടെ പങ്ക് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് ഡെപ്യൂട്ടി സ്പീക്കർ പരിഗണിച്ചില്ല. മന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് വായ്മൂടി കെട്ടിയാണ് പ്രതിപക്ഷം നിയമസഭയിൽ എത്തിയത്. ബാർ കോഴക്കേസ് അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയാണ് പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യോത്തരവേളയിൽ പങ്കെടുത്തത്. ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിലൂടെ പ്രശ്നം ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. ഒരേ വിഷയം പല രൂപത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. നിയമസഭ തുടങ്ങിയത് മുതൽ പല പ്രാവശ്യം പല രൂപത്തിലും ചർച്ച ചെയ്ത ഇതേ പ്രശ്നം ഇനിയും അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യുന്നത് ശരിയല്ല. ബാർ കോഴ പ്രശ്നമല്ല, കേസ് അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സർ, ഇവിടെ ഒരു കേസ് അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമത്തെ സംബന്ധിച്ചാണ് പുതിയ അടിയന്തര പ്രമേയം. എന്നാൽ സ്പീക്കർ വഴങ്ങിയില്ല. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മാത്യു ടി തോമസ് ആണ് സബ്മിഷനായി പ്രശ്നം സഭയിൽ ഉന്നയിച്ചത്. കേസിലെ 1-ാം പ്രതിയായ മന്ത്രി കെ എം മാണിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് കേസ് അട്ടിമറിക്കുന്നതിനാണെന്ന് മാത്യു ടി തോമസ് പറഞ്ഞു. പ്രതിയായി ചേർക്കപ്പെട്ട ആളിന്റെ വീട്ടിൽ പോയി ആഭ്യന്തരമന്ത്രി സന്ദർശനം നടത്തിയതിന് പുറത്തു വന്ന് എന്താ പറഞ്ഞത്? മാണി ഈസ് സേഫ് എന്നാണ് പറഞ്ഞത്. മന്ത്രി കെ എം മാണിയുമായി നടത്തിയത് രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞു. ഇതുവരെ എടുത്തിട്ടുള്ള നടപടികളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ന്യായവും നീതിപൂർവ്വവും സത്യസന്ധവുമായ നിലയിൽ അന്വേഷിക്കും. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലെ കേസിലെ 1-ാം പ്രതിയായ മന്ത്രി കെ എം മാണി വിളിച്ചു വരുത്തി ചർച്ച നടത്തിയെന്നും മാത്യു ടി തോമസ് ആരോപിച്ചു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ എന്തിന് ഈ പ്രതിയുടെ വീട്ടിൽ സന്ദർശനം നടത്തി? എന്നാൽ താനിപ്പോഴും നിയമമന്ത്രിയാണെന്നായിരുന്നു മന്ത്രി കെ എം മാണിയുടെ മറുപടി. അന്വേഷണ സംഘത്തെ മാറ്റിയതും വിജിലൻസ് ഡയറക്ടറെ മാറ്റുവാനുള്ള നീക്കവും കേസ് അട്ടിമറിക്കുവാനാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ അനുവദിക്കാത്തതിനെ ചൊല്ലി പ്രതിപക്ഷം വീണ്ടും സഭയിൽ ബഹളം വെച്ചു. പ്രതിപക്ഷാവശ്യത്തിന് സ്പീക്കർ വഴങ്ങി. കുറ്റവാളിയെ സംരക്ഷിക്കുവാനും ബാർ മുതലാളിമാരെ സഹായിക്കുവാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വി.എസ്. അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വീണ്ടും നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴക്കേസ് കെ എം മാണിയിൽ മാത്രം ഒതുക്കരുതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. എക്സൈസ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. മാണിയെ രക്ഷപ്പെടുത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ചെന്നിത്തല മാണി കൂടിക്കാഴ്ച ഇതിന്റെ തുടർച്ചയാണ്. യഥാർത്ഥ രീതിയിൽ അന്വേഷണം നടത്തിയാൽ മുന നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കായിരിക്കുമെന്നും പിണറായി വിജയൻ കോട്ടയത്ത് പറഞ്ഞു. ബാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആദ്യം കൈക്കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പണം ആദ്യം ചെന്നെത്തുക എക്സൈസ് മന്ത്രിയുടെ അടുത്തല്ലേ? അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ അടുത്തല്ലേ? അപ്പോൾ ഇവരെല്ലാവരും കൂട്ടുപ്രതികളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മാണിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആ അന്വേഷണം മാണിയിൽ മാത്രം ഒതുക്കരുത്. എക്സൈസ് മന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും പിന്നെ പണം വാങ്ങി എന്ന് ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള മറ്റു ചിലരുണ്ട്, അവരെക്കുറിച്ചും എല്ലാം അന്വേഷണം വേണം. അങ്ങനെ ഒരു സമഗ്രമായ അന്വേഷണം വേണം. പക്ഷേ നേരെ ആരോപണം മാണിക്കെതിരെ വന്നിട്ടുണ്ട്. അത് സ്ഥാനത്ത് മാറി നിന്നുകൊണ്ടായിരിക്കണം അന്വേഷണം നേരിടുന്നത്. ബാക്കിയുള്ളവരെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം.
പാകിസ്ഥാനിലെ പെഷവാറിലെ സൈനിക സ്കൂളിൽ തീവ്രവാദികളുടെ കൂട്ടക്കൊല. ആക്രമണത്തിൽ 136-ലധികം പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കൂടുതലും കുട്ടികൾ. സന്തോഷ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, അന്താരാഷ്ട്ര സമൂഹം ഏതു തരത്തിലാണ് കാണുന്നത് ഇന്ത്യയും പാകിസ്ഥാന്റെയും പ്രതികരണം? ഭീകരത അതിന്റെ എത്രമാത്രം വൈകൃതവും വൈകല്യവുമാണ് ഈ സംഭവത്തിലൂടെ വെളിപ്പെടുന്നത്? പ്രദീപെ, ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു തീവ്രവാദി ആക്രമണമാണ് ഇന്ന് പാകിസ്ഥാനിലുണ്ടായത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് 6 തീവ്രവാദികൾ ഉൾപ്പെടുന്ന സംഘം സ്കൂളിലേക്ക് പ്രവേശിക്കുകയും വിദ്യാർത്ഥികളെ ബന്ദികളാക്കി മനുഷ്യ കവചമായി നിർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുകയും ചെയ്തത്. കൊല്ലപ്പെട്ടവരിലേറെയും വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ സംഘടന ഏറ്റെടുക്കുകയും ചെയ്തു. അതിന് അവർ പറയുന്ന കാര്യം, പാകിസ്ഥാൻ സേന താലിബാൻ തീവ്രവാദികളെ വേട്ടയാടുകയുണ്ടായി. അതിൽ അവരുടെ ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ സൈനികരുടെ മക്കളെ വധിക്കുക വഴി സൈനികർക്ക് എന്താണ് ഈ ദുഃഖം എന്ന് കാട്ടിക്കൊടുക്കുകയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാക് താലിബാൻ സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതായാലും 136-ലധികം പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 6 ഭീകരവാദികളെയും പാക് സൈന്യം വധിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ ആയിരുന്നു തീവ്രവാദി ആക്രമണം തുടങ്ങിയത്. ഏതായാലും അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഈ ഒരു സംഭവത്തെ അപലപിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ രാഷ്ട്രപതി പ്രണബ് മുഖർജി, വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ആക്രമണത്തെ അപലപിച്ചു. വിദേശ രാജ്യങ്ങളും എല്ലാം തന്നെ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ലോകം അടുത്ത കാലത്ത് കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ഒരു തീവ്രവാദി ആക്രമണമാണ് ഇന്ന് പെഷവാറിലുണ്ടായത്. പ്രത്യേകിച്ചും കുട്ടികളെ കൂട്ടക്കൊല ചെയ്തതിനെതിരെ അന്താരാഷ്ട്ര സമൂഹം വളരെ ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പെഷവാറിൽ തന്നെ ഇപ്പോഴുമുണ്ട്. അദ്ദേഹം സൈനിക മേധാവികളുമായെല്ലാം ഉന്നതതല കൂടിക്കാഴ്ചകളെല്ലാം നടത്തിയിരുന്നു. സൈന്യവും വ്യോമസേനയും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സംയുക്ത ഓപ്പറേഷനാണ് സ്കൂളിൽ നടത്തിയിട്ടുള്ളത്. ഇവിടെ സുരക്ഷാ സേന നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികളെ ബന്ദികളാക്കി നിർത്തിയായിരുന്നു തീവ്രവാദികൾ ഈ ആക്രമണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. സ്കൂളിലേക്ക് പ്രവേശിച്ച തീവ്രവാദികൾ ആദ്യം വിദ്യാർത്ഥികളെ ബന്ദികളാക്കി, അതിനുശേഷം ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു നടപടിയാണ് ഇന്ന് തീവ്രവാദികൾ എടുത്തിട്ടുള്ളത്. കൂടാതെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം, ഒരു ടീച്ചറെ, ഒരു അധ്യാപികയെ പച്ചയ്ക്ക് തീ കൊളുത്തുന്ന ഒരു സംഭവം കൂടിയുണ്ടായി. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത ലഭിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും സൈനിക നടപടി അവസാനിച്ചിരിക്കുന്നു. എല്ലാ തീവ്രവാദികളെയും കൊലപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചിരിക്കുന്നു. പ്രദീപ്, കേരള സർവകലാശാല ആസ്ഥാനത്തുള്ള വാഹനങ്ങൾ പാളയം ആശാൻ സ്ക്വയർ ജംഗ്ഷനിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് പ്രദേശത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. സ്ഥലമുണ്ടായിട്ടും സർവകലാശാല കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കാതെയാണ് ജംഗ്ഷനെ അനധികൃത പാർക്കിംഗ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത്. ആശാൻ സ്ക്വയറിന് സമീപത്തെ അനധികൃത പാർക്കിംഗ് അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. പ്രവൃത്തി ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ പാളയം ആശാൻ സ്ക്വയറിന് സമീപത്തെ പതിവ് കാഴ്ചയാണിത്. സമീപമുള്ള കേരള സർവകലാശാലയിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവരുടെ കാറുകളുടെയും ബൈക്കുകളുടെയും പാർക്കിംഗ് ഏരിയയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ജംഗ്ഷനും സമീപ പ്രദേശങ്ങളും. കാൽനട പോലും അസാധ്യമാക്കി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് തലങ്ങും വിലങ്ങും ഇവിടെ പാർക്ക് ചെയ്യുന്നത്. വാഹനങ്ങളുടെ നീണ്ട നിര ഇടറോഡുകളിലേക്കും MLA ഹോസ്റ്റലിന് സമീപത്തേക്കും വരെ നീളാറുണ്ട്. സർവകലാശാലയിലേക്ക് വരുന്നവരുടെ വാഹനങ്ങൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കേണ്ടെന്ന സർവകലാശാല അധികൃതരുടെ തീരുമാനമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ഉള്ളിൽ വെക്കാൻ കഴിയുമായിരുന്നു, ഇപ്പോൾ അകത്ത് സൗകര്യം തരുന്നില്ല, പുറത്താണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. 2 മാസം മുമ്പാണ് സർവകലാശാല കോമ്പൗണ്ട് രാവണൻകോട്ടയാക്കി മാറ്റിയത്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാണ് അധികൃതർ ഈ പുതിയ പരിഷ്കാരം നടപ്പാക്കിയത്. ജീവനക്കാരുടെയും സർക്കാരിന്റെ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ കോമ്പൗണ്ടിൽ പ്രവേശനം. മറ്റു വാഹനങ്ങൾ സർവകലാശാലയിലെ ഗേറ്റ് കാവൽക്കാർ തടയുന്നതിനാൽ നടുറോഡിൽ പാർക്ക് ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ. സർവകലാശാലയുടെ കോമ്പൗണ്ടിൽ ആവശ്യത്തിന് സ്ഥലം ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് ഇവിടെ എത്തുന്നവരുടെ വാഹനങ്ങൾ തിരക്കേറിയ ജംഗ്ഷനിൽ പാർക്ക് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. ഏക്കർ കണക്ക് സ്ഥലം വെറുതെ കിടക്കുമ്പോൾ ഇത് ചെയ്യുന്നത് മനുഷ്യരോടുള്ള നിന്ദയും അവരെ അപകടത്തിലേക്ക് ചാടിക്കുന്ന കുഴിയുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ ട്രാഫിക് പോലീസും കണ്ണടച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തീർത്ഥാടന കാലം ആരംഭിച്ച് 1 മാസം കഴിഞ്ഞിട്ടും ശരണപാതകളിൽ വേണ്ടത്ര ഉച്ചഭാഷിണികൾ സ്ഥാപിക്കാത്തത് തീർത്ഥാടകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. മുൻ വർഷങ്ങളെപ്പോലെ യഥാസമയം ക്ഷേത്ര അറിയിപ്പുകളും ഹരിവരാസന സംഗീതവും ഇത്തവണ കേൾക്കാൻ കഴിയാത്തതിൽ ഭക്തജനങ്ങൾ നിരാശരും. പുതിയ കരാറുകാരുടെ പരിചയക്കുറവാണ് ശബ്ദ സംവിധാനത്തിൽ പാളിച്ചയുണ്ടാവാൻ കാരണമെന്നാണ് വിലയിരുത്തൽ.